പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ഇവിടെ ഉള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട UDF കൺവീനർ അടൂർ പ്രകാശാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. ശ്രീ അടൂർ പ്രകാശ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ശ്രീ അടൂർ പ്രകാശ്, ഇപ്പോൾ കൺവീനർ ആയതിനു ശേഷം അങ്ങ് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഹെലോ മലയാളത്തിൻ്റെ വേദിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് കുറച്ചും കൂടി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇനിയും മാത്രമേ കഴിക്കുള്ളൂ. പല ആളുകളും കാണാൻ വന്നു എന്നുള്ളത് കൊണ്ട് അവരെയൊക്കെ കണ്ടതിന് ശേഷം മാത്രമാണ് മറ്റ് ജോലിയിലേക്ക് പോകുന്നത്. സത്യം, അത് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ സംബന്ധിച്ച് രാവിലെ മുതൽ തന്നെ, എഴുന്നേൽക്കുന്ന സമയം മുതൽ തന്നെ ഈ പ്രവർത്തനമായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് സ്വന്തം കാര്യമൊക്കെ നോക്കാൻ പലരും മറന്നു പോകുന്ന കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. ശ്രീ അടൂർ പ്രകാശ്, ഇപ്പോൾ നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, അതിൽ വൻ വിജയം നേടി പാർട്ടി. ഇനിയിപ്പോൾ ഈ പുതിയ നേതൃനിരയാണ് നയിക്കുന്നത് പാർട്ടിയെ. ഒപ്പം തന്നെ ഇനി തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. എങ്ങനെയാണ് പാർട്ടിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ, പ്രതീക്ഷകളൊക്കെ എത്രത്തോളമാണ്? ഞങ്ങൾ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത്. ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ജനങ്ങളുമായി പങ്കുവെക്കാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകി. അത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റാണ് തിരിച്ചു പിടിക്കാൻ UDFന് കഴിഞ്ഞിട്ടുള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ടീം വർക്കോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിക്കാനുള്ള അവസരം ലഭ്യമായത്. അത് UDFൻ്റെ എല്ലാ കക്ഷികളും അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാതെ ഓരോ അവസരങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങളും അവർ സ്വന്തം നിലയിൽ ഞങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവർ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ UDF ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസരത്തിൽ ഒരു തർക്കവും സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിക്കാൻ കഴിയും എന്ന ഒരു ആശയം തന്നെയാണ് ഞങ്ങളുടെ മുമ്പിൽ ഉള്ളത്. ശരി, വ്യക്തമാണ് ശ്രീ അടൂർ പ്രകാശ്. അങ്ങോട്ട് ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ സർവകലാശാലകളിൽ നടക്കുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കേരള സർവകലാശാലയിൽ മറ്റൊരിടത്തുമില്ലാത്ത പ്രതിസന്ധിയാണ്. VC ഗവർണറൊക്കെ ഒരു തട്ടിൽ നിൽക്കുകയാണ്, സർക്കാരും രജിസ്ട്രാർ SFI ഒക്കെ മറ്റൊരു തട്ടിൽ നിൽക്കുകയാണ്. പ്രതിഷേധം എന്ന് പറഞ്ഞ് അതിപ്പോൾ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്ന് നിൽക്കുന്നു. ഈ വിഷയം എന്തുകൊണ്ടാകും ശ്രീ അടൂർ പ്രകാശ് ഒരു സമവായമാകാതെ ഇങ്ങനെ നീണ്ടു പോകുന്നത്? കാര്യം ഇതിലിപ്പോൾ കുട്ടികളുടെ ഭാവിയാണ് ഈ സമരത്തിൽ പെട്ടുപോകുന്നത്. ഈ സർവകലാശാലകൾ എന്ന് പറയുന്നത് നല്ല വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയാണ് അവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇന്ന് കേരളത്തിൻ്റെ സർവകലാശാലകളുടെ 13 സർവകലാശാലകളുണ്ടെങ്കിൽ അതിൽ 12 സർവകലാശാലകളിലും വൈസ് ചാൻസലർമാർ ഇന്ന് ചുമതലകൾ കൊടുത്തിരിക്കുന്ന വൈസ് ചാൻസലർമാരായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഗവൺമെൻറ്റിനും ഭൂഷണമല്ല. സർക്കാർ ഇന്ന് കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില വ്യക്തമായ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കോടതി തന്നെ ഇടപെടൽ നടത്തേണ്ടതായി വന്നു. കോടതി തന്നെ ഇടപെടൽ നടത്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1ാം റാങ്ക് കിട്ടിയ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ റാങ്ക് മാറുന്നു. ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാലകളിൽ നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ആ തെളിവ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി സമൂഹത്തെയാണ് തകർക്കുന്നത്. ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു? അവർ പഠനം തുടരുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടിയും അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉള്ള തീരുമാനം അവർ കൈക്കൊള്ളുന്നത്
ഇന്ന് നമ്മൾ ഈ കാണുന്ന ദുരുദ്ദേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ സർവകലാശാലകളിലും നടക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ പഠിച്ച് വളർന്നു വരുന്ന കുട്ടികൾ നമുക്ക് നാളുകളിൽ നമ്മുടെ സമൂഹത്തിന് വാഗ്ദാനങ്ങളായി മാറേണ്ട കുട്ടികൾ, അവർക്കൊന്നും തന്നെ ഇവിടെ പഠിക്കുവാനോ ഇവിടെ അവർക്ക് പണിയെടുക്കുവാനോ കഴിയാത്ത ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ്. ഈ സമൂഹത്തിൽ അങ്ങനെ വളർന്നു വരുന്നത് ഒരിക്കലും ഭൂഷണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പരീക്ഷാ ഫലവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം കഴിഞ്ഞ 14 വർഷമായിട്ട് സ്വീകരിച്ചു വരുന്ന ഫോമുല, അത് ഈ കേരള സിലബസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അതൊരു അനീതിയായിരുന്നു. അങ്ങനെയാണ് ഈ 5:3:2 എന്ന ഫോമുല അഡോപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചത്. പക്ഷേ അത് കോടതിയിൽ തിരിച്ചടിയായി. ലാസ്റ്റ് മിനിറ്റ് അത് എടുത്തതിനെ കോടതി അംഗീകരിച്ചില്ല എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ ഈ വിഷയം പറഞ്ഞത്. പക്ഷേ ഈ ശ്രീ അടൂർ പ്രകാശ്, ഇപ്പോൾ നമ്മൾ കേരള സർവകലാശാലയിലെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ രജിസ്ട്രാർക്കെതിരെ സമരം ചെയ്യേണ്ട പാർട്ടിയാണോ SFI എന്നാണ് പ്രതിപക്ഷം അപ്പോഴും ഇപ്പോഴും ചോദിക്കുന്നത്. SFI ഒരു വിദ്യാർത്ഥി പാർട്ടിയല്ലേ, SFI ഒരു ഗുണ്ടാ പാർട്ടിയാണ് എന്നൊക്കെയാണ് നിലവിലെ വിലയിരുത്തുന്നത്. അപ്പോൾ ശ്രീ അടൂർ പ്രകാശ്, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇടപെടേണ്ട അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല കേരള സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെയാണോ UDFന്റെ നിലപാട്? അല്ല, ഞങ്ങളുടെ നിലപാടിന് ഒരു വ്യത്യസ്തതയും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. സർവകലാശാലയിലെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI എന്ന് പറയുന്ന സംഘടനയും അതുപോലെ തന്നെ DYFI എന്ന് പറയുന്ന സംഘടനയും അതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് അവിടേക്ക് മാർച്ച് നടത്തുകയും ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാം തടസ്സം ചെയ്യുന്ന തരത്തിലേക്ക്, അത് പോലീസിൻ്റെ സഹായത്തോടെയാണ് എന്ന് നിങ്ങളെല്ലാവരും കാണണം. പോലീസ് നോക്കി നിൽക്കെയാണ് ആ സർവകലാശാലയിലേക്ക് SFI എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അതുപോലെ തന്നെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം കടന്നു കയറി അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഇതൊരിക്കലും ഒരു ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുവാനുമുള്ള അവസരമൊരുക്കിയത് അതുകൊണ്ടാണ്. അതിപ്പോഴും അത് തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ സർവകലാശാലകളിൽ ഉണ്ടാകുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെ വന്നതാണ്. അങ്ങേക്ക് ഈ KSUവിലൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ ഈ വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ മുൻകാലഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു സംഭവം കേട്ടുകേഴ്വിയെങ്കിലും ഉണ്ടായിരുന്നതാണ്. കാരണം ഒരു സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ വരുന്നു. ഇതിൽ ആരാണ് ഔദ്യോഗികമാണെന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ മിനി കാപ്പൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എനിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് മോഹനൻ കുന്നമ്മൽ തന്നെ പറയുകയാണ് ഇല്ല, മിനി കാപ്പൻ തുടരണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു വശത്ത് അനിൽകുമാർ തുടരുന്നു, ഒരു വശത്ത് മിനി കാപ്പൻ തുടരുന്നു. ഇതിൽ ആരാണ് ഔദ്യോഗികം എന്ന കാര്യം അറിയില്ല. ഫയൽ നീക്കമടക്കം കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നാമത്തെ പ്രതിയാണ്. രണ്ടാം പ്രതി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യനായ ഗവർണറുടെ ചില ഇടപെടലും അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തിരിക്കുകയാണ്. ആ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ തെളിവാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരെ അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു. അതുകൂടാതെ തന്നെ മാർച്ച് അവിടേക്ക് പോകുന്നതിന് പകരം ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള മാർച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിൽ ഉള്ള സംഭവവികാസങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല.
നിലപാട് മാത്രമല്ല വ്യക്തമാണ് ഞാൻ ശ്രീ അടൂർ മനസ്സിലാക്കിയതും പ്രകാശ്. കണ്ടതും ഈ സംഭവത്തോടുള്ള UDF-ന്റെ നിലപാട് വ്യക്തമാണ്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി സമയക്കുറവ് കൊണ്ട് മൂലം കടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശശി തരൂരിന് അനുകൂലമായിട്ടൊരു സർവേ ഫലം പുറത്തു വന്നു. അത് തരൂർ തന്നെ ഷെയർ ചെയ്തു. കേരളത്തിൽ ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് 29% പേർ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ആ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ശശി തരൂർ ഷെയർ ചെയ്ത പോസ്റ്റിൽ പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സർവേയാണ്, പാർട്ടി സെലിബ്രേറ്റ് ചെയ്യേണ്ടതുമാണ്. പക്ഷേ അത് തരൂർ ആയതുകൊണ്ടാണോ ആഘോഷിക്കപ്പെടാത്തത്, അതോ പാർട്ടി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണോ? ഇന്നത്തെ വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിൽ ശശി തരൂരിനെതിരെ അതിരൂക്ഷ വിമർശനവുമാണ്. അങ്ങ് ഈ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? അല്ല, ഈ കാര്യത്തിലൊന്നും പ്രതികരിക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ തയ്യാറാകില്ല. കാരണം ഇപ്പോൾ ഒരു സർവേ, ഏത് സർവേ ആണെന്ന് പോലും നമുക്കറിയില്ല. പല സർവേകളും വരുന്നുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പല സർവേകളും ഇങ്ങനെ വരികയാണ്. ആ സർവേ ആര് നടത്തുന്നു, എങ്ങനെ നടത്തുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒരു ബോധ്യമുള്ള ഒരു കാര്യമല്ല. സർവേ നടത്തുക, എന്നിട്ട് ശതമാനം പറയുക, ആ ശതമാനത്തിനെ കണക്കെടുത്ത് ഷെയർ ചെയ്യുക, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ് വെക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അത്ര മഠയന്മാരാണ് എന്ന് കരുതാൻ പാടില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ മഠയന്മാരല്ല, അവർ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നവരും പഠിക്കുന്നവരുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം കാണിച്ചത് ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഉന്നതമായ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ AICCയുടെ അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം ഇന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ ഞങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. അഭിപ്രായം പറയേണ്ടത് AICC നേതൃത്വമാണ്. AICC നേതൃത്വം പറയുന്നതനുസരിച്ച് ഞങ്ങൾ കാര്യങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശ്രീ അടൂർ പ്രകാശ്, ഇപ്പോൾ അങ്ങയുടെ വാക്കിൽ നിന്ന് ശശി തരൂർ വിഷയത്തിൽ അങ്ങയുടെ നിലപാട്, പാർട്ടി നിലപാട് വ്യക്തമാണ്. പക്ഷേ എങ്കിലും ഈ ഒരു വിഷയം ഇപ്പോൾ സംസ്ഥാനത്ത്, ഇവിടെ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളടക്കം വലിയ ശ്രദ്ധയോടുകൂടി, വലിയ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാണ് ശ്രീ അടൂർ പ്രകാശ് ശ്രമം നടക്കുന്നത്? കാരണം പലവട്ടം പലകുറി ശബ്ദം താഴ്ത്തിയും ഉറക്കയും കടുപ്പിച്ചും ഒക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും തൻ്റെ വഴിയിൽ കൂടെ തന്നെ നടക്കുകയാണ് തരൂർ. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചുള്ള ലേഖനം അതിര് കടന്നു എന്ന തരത്തിൽ കെ മുരളീധരൻ അടക്കം ഇന്നലെ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മോദി സ്തുതി തുടരുന്നുമുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? തരൂർ ഇനിയും ഒരു ഒറ്റയാനായി തന്നെ നിൽക്കട്ടെ എന്നാണോ? കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. അല്ല, ഞാൻ അക്കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളാരും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട സമയത്ത് പറയും. പക്ഷേ അഭിപ്രായം പറയേണ്ട സമയം എന്ന് പറയുന്നത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന് ബോധ്യം വന്നാൽ അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിന് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ളതും അത് അദ്ദേഹത്തെ താക്കീത് ചെയ്യേണ്ടതും ഒക്കെ ചെയ്യേണ്ട ചുമതല എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടേതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. കേരളത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, കേരളത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ തരൂരിന് പാർട്ടിക്ക് അതീതമായ പിന്തുണയുണ്ട്. കാരണം വലിയ വികസന കാഴ്ചപ്പാടുകളൊക്കെയുള്ള ആളാണ്, ഒരു വിശ്വ പൗരനാണ്. ആ തരത്തിൽ ശശി തരൂരിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് ജനങ്ങൾക്കിടയിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സമീപകാല രീതികൾ, പ്രതികരണങ്ങൾ ഒക്കെ തരൂരിന്റെ ജനപ്രീതി കെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പം ജനപ്രതിനിധി എന്നുള്ളതിൽ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനിപ്പോൾ പാർലമെൻറ്റ് അംഗമാണ്. പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിൽ ഒരുപാട് കാഴ്ചപ്പാടുകൾ കാണും. പക്ഷേ ആ കാഴ്ചപ്പാടുകൾ നടപ്പാക്കുവാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും ഏറ്റെടുക്കേണ്ടത് കേരള സംസ്ഥാനമാണ്. സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ അതിന് വേണ്ട തരത്തിലുള്ള പ്രോജക്റ്റുകൾ സമർപ്പിച്ചുകൊണ്ട് ആ പ്രോജക്റ്റുകൾ സമർപ്പിച്ചാണ് അതിന് അംഗീകാരം നേടിയെടുക്കാനുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതല്ലാതെ കണ്ട് ഞാൻ സ്വപ്നം കാണുന്നത് പോലെ ഇന്ന തരത്തിൽ നടക്കട്ടെ, നടക്കും
എന്നൊരു പ്രതീക്ഷ ഈ യുവാക്കളുടെ ഇടയിൽ കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ശരിയാണെന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതിനെ അത്തരത്തിൽ ഒരു അഭിപ്രായം പുറത്തു കൊടുക്കുമ്പോൾ അത് ഏത് തരത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിന് ഒരു കാഴ്ചപ്പാടുണ്ടാകണം, അതിനൊരു വിഷൻ ഉണ്ടാകണം. ആ വിഷൻ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന് പകരം എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ എന്ന് പറയുന്നത് പാവപ്പെട്ട ഒരു യുവ സമൂഹത്തെ തെറ്റായ തരത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. യെസ്, വ്യക്തമാണ് അങ്ങയുടെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാണ്. ശ്രീ അടൂർ പ്രകാശ്, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ആശങ്കകളൊക്കെ രേഖപ്പെടുത്തി പ്രത്യേക നിയമസഭ വിളിക്കണം എന്ന് കാണിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു NCPയുടെ നിലപാട് അതല്ല, ജോസ് കെ മാണി കുറച്ചും കൂടി പക്വതയോടെ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ട് NCP മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അസംതൃപ്തരെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചാൽ ജോസ് കെ മാണി പ്രഥമ പരിഗണനയിലേക്ക് എത്തുമോ UDF-നെ സംബന്ധിച്ച്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി എന്നുള്ള വ്യക്തി അല്ല, അതുകൂടാതെ തന്നെ ഈ കേരളത്തിലുള്ള മറ്റ് വിവിധ സംഘടനകളുണ്ട്, അവരുമായി ഒക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ ആശയവിനിമയം നടത്തുന്നതിലൂടെ കേരളത്തിൻ്റെ ഒരു ചിത്രം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രകടമായ പ്രവർത്തനങ്ങൾക്കാണ് UDF നേതൃത്വം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളെ വിട്ടുപോയിട്ടുള്ള പാർട്ടികളിലൊക്കെ തന്നെ ഞങ്ങളുമായി യോജിച്ചു വരണം എന്നുള്ള അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആ അഭിപ്രായം ഞങ്ങൾ പറയുമ്പോൾ തന്നെ അത് മുന്നണി സംവിധാനത്തിൽ ഞങ്ങളൊരു തീരുമാനം പൊതുവെ എടുക്കേണ്ടതാണ്. ആ മുന്നണി സംവിധാനത്തിൽ തീരുമാനം കൈക്കൊള്ളുക എന്ന് പറയുന്നത് കൺവീനർ എന്നുള്ള നിലയിൽ ഒറ്റയ്ക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് അവിടെ മുതിർന്ന നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരുണ്ട്. അവരുമായി ഒക്കെ കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടു. അതായത് വനം വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ജോസ് കെ മാണി എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവധാനതയോടുകൂടി പറഞ്ഞതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ തീർക്കട്ടെ, അവിടെ തീർത്തതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ അഭിപ്രായമുള്ളവരാണ് UDF. ഞങ്ങൾ കഴിഞ്ഞ ദിവസം UDF-ന്റെ യോഗം കൂടിയിരുന്നു. ഇതേ വിഷയം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അത് ജോസ് കെ മാണിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിഷയമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത്. മനുഷ്യനും ഈ അതുപോലെ തന്നെ സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കാം.